വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ലിപ് ക്രയോണിനെ കുറിച്ചാണ്. സോ ലിപ് ക്രയോൺ എന്ന് പറയുമ്പോൾ കുറേ എല്ലാവരും സെലിബ്രിറ്റീസും എല്ലാവരും യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഞാനിത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ തുടങ്ങിയാലും യൂട്യൂബ് തുടങ്ങിയാലും അതിനകത്തുണ്ടാവും ഈ സംഭവം ലിപ് ക്രയോണായിട്ട്. അപ്പോൾ അതിൻ്റെ കുറിച്ച് അപ്പം എല്ലാവരും പറയുമ്പോൾ അതിലെന്തെങ്കിലും ഇതുണ്ടാവില്ല. അപ്പം ഞാനും ജസ്റ്റ് ഓഫറിന് മേടിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൾ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഈ സാധനങ്ങൾ നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ സൂപ്പറാണ്. ഇത് നമ്മുടെ മാക്സിൻ്റെ ലിപ് ക്രയോണാണ്. മാക്സിൻ്റെ ലിപ് ക്രയോണാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗേൾസ് പവർ 10. ഏറ്റവും കൂടുതൽ ഗേൾസ് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിൻ്റെ പേരാണ് ഗേൾസ് പവർ എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇത് ഇങ്ങനെയൊരു ഇതിലാണുള്ളത്, ഒരു ലിപ് ക്രയോൺ. സോ തീരുന്നതനുസരിച്ച് നമുക്കിങ്ങനെ ഒന്ന് താഴത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്സിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഫസ്റ്റ് ഞാൻ ഒരു ദിവസം സ്റ്റുഡിയോ എന്നൊരു ലിപ് ക്രയോൺ മേടിച്ചു. അത് മിസ്സായിപ്പോയി, കാണുന്നില്ല ഇപ്പോൾ. പിന്നെ രണ്ടാമത് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ക്രയോൺ ആണിത്. ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് എന്തോ ഒരു ബോറായിട്ട് എനിക്ക് തോന്നി. എന്നാലും എന്ന് വെച്ചാൽ ഒരു ആവറേജ് ലുക്ക് എന്ന് വെച്ചാൽ കുറച്ച് നല്ലതായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യാം, എന്നാലും കൊള്ളത്തില്ല എന്നുള്ള കേസ്. ഇതിൻ്റെ റെഡൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ അടിക്കുമ്പോൾ നമുക്കൊരു കുറച്ച് ബ്രൈറ്റ്നെസ് വരും ഫേസിൽ. ഇപ്പോൾ എല്ലാ ലിപ്സ്റ്റിക്കും റെഡ് അടിക്കുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നെസ് വരുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അടിച്ചിരിക്കുന്ന കണ്ടില്ല. സോ ഇതാണ് നമ്മുടെ സംഗതി. ആദ്യം എനിക്ക് അങ്ങനെ ഒരു അൺകംഫർട്ടബിളായിട്ട് തോന്നി. എങ്കിലും കൂടുതൽ ഞാൻ മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു റെഡ് ലിപ് ലൈനർ വെച്ചിട്ട് ചെയ്ത. അപ്പോൾ ഇത് സൂപ്പർ സാധനമാണ്. കാര്യം കുറച്ച് ഫെയർ സ്കിൻ ടോൺ അങ്ങനെയൊക്കെ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഉദാഹരണം, അധികം ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക് അടിക്കാൻ പറ്റാത്ത ആൾക്കാർ, കൂടുതൽ ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും. ഇപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ്, ഇപ്പോൾ ലിപ്സ്റ്റിക് അടിക്കാതെ കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ അടിച്ചുകൊണ്ട് നമുക്കങ്ങനെ പോകാവുന്നതാണ്. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അതെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു കളറാണ്. സോ നല്ല ഫെയർ ഇതാണെങ്കിൽ ഈ ഒരു കളർ കിട്ടും. കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ ആ ലിപ് ക്രയോൺ വെച്ചപ്പോൾ എനിക്കും സ്യൂട്ടായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും സ്യൂട്ടായതായിട്ട് തോന്നി. പിന്നെ ഇതൊരു ലിപ് ക്രയോൺ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇങ്ങനെ എൻ്റെ കൈ ഇതാണ്. ശ്രദ്ധിച്ചു, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനിത് കണ്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മളൊന്ന് ട്രാൻസ്ഫർ ആവുമെന്നൊന്ന് നോക്കിയിട്ട്. സോ ട്രാൻസ്ഫർ ആയില്ല, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ സോ കവർ ചെയ്തിട്ട് നോർമൽ ഒരു കളർ കരുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. എന്നാലും കൂടുതൽ ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഫെയർ, പിന്നെ മീഡിയം സ്കിൻ ടോൺ, പിന്നെ കുറച്ചു ഡസ്കി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു റെഡ് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇത് ഇടുവാണെങ്കിൽ അടിപൊളി സംഗതിയാണ്. എന്നാലും ഞാനും ലിപ് ലൈനർ ഇട്ടിട്ട് എടുക്കുമ്പോൾ ഒരു കളർ വേറൊരു ഷെയ്ഡ് കിട്ടി. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ആദ്യം മേടിച്ചപ്പോൾ തന്നെയാണ് വെച്ചോ എനിക്ക് എന്തോ പോലെയായി. പക്ഷേ ഇതെനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അവർ പറയുന്നതിലും കാര്യമുണ്ട്. ഇത്രയും അധികം ആളുകൾ, ഒരുപാടധികം ആളുകൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നൈക്കിയിൽ നിന്നും അതുപോലെ തന്നെ പർപ്പിളിന്നും എല്ലായിടത്തും ഇത് പർച്ചേസ്. അപ്പോൾ ഇതിന് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണല്ലേ പർച്ചേസ് ചെയ്തത്. പിന്നെ വാഷ് ഔട്ട് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫുഡ് അങ്ങനെ ഓയിലി ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ വാഷ് ഔട്ടായി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാലും പിന്നെ എന്താ, ഞാൻ പിന്നെ അത് യൂസോ ഞാൻ വാസ്ലിൻ കൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ പോയിരുന്നു കേട്ടോ, വാസ്ലിൻ കൊണ്ട് റിമൂവ് ചെയ്തപ്പോൾ പോയിരുന്നു. എന്നാലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. സോ ഒരു അധികം ഇപ്പോൾ ചില അടുത്തൊക്കെ ചെല്ലുമ്പോൾ കുറേ ലിപ്സ്റ്റിക് അടിച്ച ആൾക്കാരെ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറയുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു നോർമൽ ലുക്കിൽ പോകണമെങ്കിൽ, അല്ല നിങ്ങളൊരു മിനിമൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മിനിമൽ ലിപ്സ്റ്റിക്കും ന്യൂഡ് ലിപ്സ്റ്റിക്കും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പറയും. പിന്നെ അതുപോലെ ഇതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എത്രയായിരുന്നു, 200
മറന്നുപോയി. സോ ഞാനതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ചോദിക്കുന്നവർക്ക് എന്തായാലും എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഞാൻ പറഞ്ഞു ജസ്റ്റ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാവരും മേടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇപ്പോഴായിരിക്കും എൻ്റെ റിവ്യൂ ഇടുന്നത്. ഞാൻ ഇപ്പോഴാണ് മേടിച്ചത്, ഞാൻ ഇപ്പോഴാണ് അപ്ലൈ ചെയ്തത്, എനിക്കിപ്പോഴാണ് വ്യത്യാസം കണ്ടത്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് റിവ്യൂ പറയാമെന്ന് വെച്ചത്. സോ ഇത് ഒരു ജെന്യൂൻ റിവ്യൂ കേട്ടോ. സോ എന്തായാലും നമുക്ക് ഇടുവാണെങ്കിൽ പല ഷെയ്ഡേഴ്സ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർപ്പിളോ നേക്കിയിലൊക്കെ ഫോട്ടോസ് ഉണ്ട്, ആ ഒരു കളേഴ്സ് ചേരുമോ എന്നുള്ളത് വെച്ച് നോക്കാനുള്ള ഇത് അങ്ങനെ നോക്കിയിട്ട് ചെയ്താലും മതി. റെഡ് ഇപ്പോൾ ഡസ്കി ആയാലും മീഡിയം സ്കിൻ കൊണ്ട് കൂടുതലും ഫസ്റ്റ് റെഡ് ചൂസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഇതുപോലുള്ള ഇത് എന്ത് കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബേൺഡ് ഓറഞ്ച് കളറാണ്. സോ ബേൺഡ് ഓറഞ്ച് കളർ എന്ന് പറയുമ്പോൾ ഓരോ സ്കിൻ ടോണിനും ഓരോ കളറായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ടോ, നിങ്ങൾക്കറിയാൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ നൈസ്. ക്രയോൺ ഇടുമ്പോൾ ക്രയോൺ പോലെ തന്നെ, നമ്മൾ സാധാരണ വരയ്ക്കുന്ന ക്രയോൺ പോലെ തന്നെയാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ട്രാൻസ്ഫർ ആവുന്നില്ല കേട്ടോ, ട്രാൻസ്ഫർ പ്രൂഫാണ്, ട്രാൻസ്ഫർ ആവുന്നില്ല. എന്തായാലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. പിന്നെ ഇനി ഒരുപാട് റിവ്യൂസ് ഉണ്ട്. കുറേയൊക്കെ ഞാൻ എപ്പോഴും ഞാനിപ്പോൾ എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇത് മോശമായാലും നല്ലതായാലും ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് വന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാതുള്ളൂ. അതായത് ഒരു പ്രൊമോഷൻ ബേസിലല്ല. സോ എല്ലാവരും കാണിക്കുന്നു അതുപോലെ കാണിക്കുന്നു എന്നുള്ള ഇതല്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കത് കംഫർട്ടബിളായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തോന്നിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ക്രയോൺ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നത്. ആദ്യം സുഡിയയിൽ എന്ന് മേടിച്ചപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തു, പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അതെവിടെ പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക്കുള്ള എവിടെയാണെന്ന് അറിയില്ല. ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇത് ആർക്കും ഞാൻ കൊടുക്കത്തില്ല. എന്തായാലും ന്യൂ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് അടിപൊളിയായിരിക്കും. ഇത് മാക്സിൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്റ്റോം മീൻസ് ഫേമസ് ആണ് ഇതിൻ്റെ. ഗേൾ പവർന്ന് ഇത് മാത്രമാണ് ആൾക്കാർ ചൂസ് ചെയ്യാറുള്ളൂ. എന്തായാലും ഇതിൻ്റെ റിവ്യൂ പറയാനാണ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഒന്ന് വരുന്നത്. ബൈ ബൈ.